നമ്മുടെ കഥയുടെ പേര് ചെറുചെന്തൂവൽ. ഒരിടത്തൊരിടത്ത് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. അവർക്ക് മക്കളൊന്നുമില്ലായിരുന്നു. വളരെ പാവപ്പെട്ടവരായിരുന്ന അവർ മിക്കപ്പോഴും പട്ടിണിയായിരുന്നു. ഭർത്താവ് എന്നും വേട്ടയ്ക്ക് കാട്ടിൽ പോകും. പക്ഷേ മിക്കപ്പോഴും അയാൾ വെറും കൈയോടെ മടങ്ങും. കാരണം എന്താണെന്നോ? അയാൾ ഒരു നല്ല വേട്ടക്കാരനായിരുന്നില്ല. ചിലപ്പോൾ വല്ല ചെറുകിളികളെങ്ങാൻ കിട്ടിയെങ്കിലായി. ഒരു ദിവസം അയാൾ വേട്ടയ്ക്ക് കാട്ടിൽ പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും അയാൾക്കൊന്നും കിട്ടിയില്ല. ഒരു കൊച്ചു കിളിയെപ്പോലും കിട്ടാതെ അയാൾ കുഴഞ്ഞു വിഷമിച്ചു. ക്ഷീണം കാരണം ഒരു മരച്ചോട്ടിൽ ചാരിയിരുന്നു. അപ്പോഴുണ്ട് കേൾക്കുന്നു ഒരു പക്ഷിയുടെ രസികൻ പാട്ട്. അയാൾ മുകളിലേക്ക് നോക്കി. നല്ല ഈണത്തിൽ പാടുന്ന കിളിയെ അയാൾ കണ്ടു. അതിൻ്റെ തൂവലുകൾക്കെല്ലാം ചുവപ്പ് നിറമായിരുന്നു. ആ സുന്ദരിക്കിളി അയാളെ കണ്ടു. അയാളോട് ആ കിളി പറഞ്ഞു, നിങ്ങളൊരു പാവപ്പെട്ടവനും പട്ടിണിക്കാരനുമാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ സഹായിക്കാം. എൻ്റെ ഒരു തൂവൽ ഞാൻ നിങ്ങൾക്ക് തരാം. അത് വീട്ടിൽ കൊണ്ടുപോയി കലത്തിലിട്ട് വേവിക്കുക. ആ തൂവൽ നല്ല ഒന്നാന്തര ഭക്ഷണമായി മാറും. നാളെയും വരിക. നാളെയും ഞാൻ നിങ്ങൾക്കൊരു തൂവൽ തരാം. അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അയാൾ പറഞ്ഞു, നല്ലവനായ ചെങ്കിളി, നിനക്കെൻ്റെ 1000 നന്ദി. അയാൾ തൂവലുമായി വീട്ടിൽ പോയി. അതൊരു കലത്തിലെ തിളച്ച വെള്ളത്തിലിട്ടു തീ കത്തിച്ചു. എന്നിട്ട് ഭാര്യയോട് സംഭവം വിശദീകരിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വട്ടുണ്ടോ മനുഷ്യ? ഒരു തൂവലിൽ നിന്ന് എങ്ങനെ ആഹാരം കിട്ടും? നിങ്ങൾക്ക് ആ കിളിയെങ്ങ് പിടിച്ചു കൊണ്ടുവരാമായിരുന്നില്ലേ? അതിനെ നമുക്ക് കൊന്നു തിന്നാമായിരുന്നല്ലോ. ഭാര്യ അയാളോട് ദേഷ്യപ്പെട്ടു. അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ കലത്തിൽ നോക്കിയപ്പോഴുണ്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. ഭാര്യ ഒരു അത്യാഗ്രഹിയായിരുന്നു. ഓരോ ദിവസവും അവർ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, നമുക്കൊരു തൂവൽ മാത്രം പോരാ, നമുക്ക് കിളിയെ പിടിക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ തൂവലുകൾ പറിച്ചെടുക്കാം. നമുക്ക് വയറു നിറയെ തിന്നുകയും ചെയ്യാം. അപ്പോൾ വേട്ടക്കാരൻ പറഞ്ഞു, അത് നടപ്പില്ല. ചെങ്കിളി എൻ്റെ മിത്രമാണ്. എൻ്റെ മിത്രത്തെ കൊല്ലാൻ ഞാൻ തയ്യാറല്ല. ഭർത്താവ് പറഞ്ഞു. ഒരു ദിവസം അയാൾ കാട്ടിൽ പോയപ്പോൾ അയാൾ അറിയാതെ ഭാര്യയും അയാളെ പിന്തുടർന്നു. അവർ ആ കിളിയുടെ മധുരഗാനം കേട്ട് ചെങ്കിളിയെ അവർ കണ്ടുപിടിച്ചു. ഒരു കല്ലെടുത്ത് അവർ കിളിയുടെ നേർക്കെറിഞ്ഞു. ആ കിളി പിടഞ്ഞ് പിടഞ്ഞ് താഴേക്കു വീണു. അത് ചത്തുപോയി. ഭർത്താവ് കിളി ചത്തു കിടക്കുന്നത് കണ്ടു. അയാൾ വളരെയേറെ ദുഃഖിച്ചു. അയാൾ ഭാര്യയോട് പറഞ്ഞു, നീ എന്തിനാണ് ആ കിളിയെ കൊന്നത്? അതൊരു പാവം കിളിയായിരുന്നില്ലേ? അത് നമുക്ക് സഹായമല്ലേ ചെയ്യുന്നുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് വിഷമിച്ചു. എന്നാൽ വേട്ടക്കാരൻ അത്യാഗ്രഹിയായ ഭാര്യ അതൊന്നും കാര്യമാക്കിയില്ല. അത്യാഗ്രഹിയായ ഭാര്യയ്ക്ക് ആഹ്ലാദമായിരുന്നു. അവർ പറഞ്ഞു, നമുക്കിനി ഇഷ്ടംപോലെ തൂവലെടുത്ത് ഇഷ്ടംപോലെ സദ്യ ഉണ്ടാക്കാം. ചത്ത കിളിയെയും എടുത്ത് അവർ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയൊരു തൂവൽ പറിച്ചെടുത്ത് തിളച്ച വെള്ളത്തിലേക്കിട്ടു. തീയെരിച്ചു. തിളപ്പിച്ചിട്ടും കലത്തിൽ ഭക്ഷണമൊന്നും ഉണ്ടായില്ല. തൂവലായി തന്നെ കലത്തിൽ തിളച്ച് മറിഞ്ഞു. അന്നു മുതൽ ആ ഭാര്യയും ഭർത്താവും പട്ടിണിക്കാരായി മാറി.